നമസ്കാരം. കേരളം ഇന്ന് കണ്ണു തുറന്നത് തന്നെ ഒരു വലിയ ദുരന്ത വാർത്ത കേട്ടുകൊണ്ടാണ്. ഇരുട്ടി വെളുത്തപ്പോൾ ഒരു ഗ്രാമം തന്നെ ഇല്ലാതായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രക്ഷാപ്രവർത്തനം നടക്കുമ്പോഴും മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഉണരാത്ത നിദ്രയിലേക്ക് ഒരു കൂട്ടം നിഷ്കളങ്കരായ മനുഷ്യർ വീണപ്പോൾ അത് കണ്ടു നിൽക്കാൻ കേരളത്തിന് കഴിയുന്നില്ല. ഓരോ മിനിറ്റുകളിലും എല്ലാ മാധ്യമങ്ങളിലും ഉരുൾപൊട്ടലിന്റെ ഭീതികരമായ വിവരങ്ങൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പല മലയാളികൾക്കും ഈ സ്ഥലം എവിടെയാണെന്നുള്ളത് അറിയില്ല. വയനാട് ജില്ലയിലെ കൽപ്പറ്റ മണ്ഡലത്തിൽ നിന്ന് 11 കിലോമീറ്റർ അകലെയുള്ള മേപ്പാടി ഗ്രാമപഞ്ചായത്തിലാണ് ഒന്നും ബാക്കി വെക്കാതെ ദുരന്തം തകർത്തെറിഞ്ഞ മുണ്ടക്കയും ചൂരൽമലയും ഉള്ളത്. ഹിൽ സ്റ്റേഷൻ പോലെയുള്ള പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സ്ഥലങ്ങളാണ് വിനോദസഞ്ചാരികളെ വയനാട്ടിലേക്ക് ആകർഷിക്കാൻ കാരണം തന്നെ. അതുകൊണ്ട് തന്നെ നിരവധി റിസോർട്ടുകൾ ഇവിടെയുണ്ട്. കേരളത്തിലെ വയനാട് ജില്ലയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ചെമ്പ്ര കൊടുമുടി മേപ്പാടി ഗ്രാമത്തിനടുത്താണ്. ചെമ്പ്ര വെള്ളരി മലകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴയുടെ തീരത്താണ് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളായ ചൂരൽമലയും മുണ്ടക്കയും ഉള്ളത്. ചൂരൽമല വഴിയാണ് മുണ്ടക്കയിലേക്ക് പോകുന്നത്. അതല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ല. ദുരന്തം വന്നു കൊണ്ടുപോയതും ഈ മാർഗമാണ്. അതുകൊണ്ട് പാലം തകർന്നതോടെ മുണ്ടക്കയിലേക്ക് എത്തിപ്പെടാൻ രക്ഷാസേനയ്ക്ക് കഴിഞ്ഞില്ല. സാധാരണക്കാരും തോട്ടം തൊഴിലാളികളുമാണ് ചൂരൽമലയിലെ താമസക്കാർ. ചൂരൽമലയിലെ മിക്ക സ്ഥലങ്ങളും ഹാരിസൺസ് തേയില എസ്റ്റേറ്റ് കമ്പനിയുടെ സ്ഥലമാണ്. ഒന്നും ബാക്കി വെക്കാതെ പ്രകൃതിയുടെ സംഹാര താണ്ഡവം ചൂരൽമലയും മുണ്ടക്കയും കൊണ്ടുപോയി. എല്ലാം കവർന്ന ദുരന്തത്തിൽ ഒരു പ്രദേശം ഒന്നാകെ ഒലിച്ചുപോയപ്പോൾ മരണനിരക്ക് അനുനിമിഷം വർദ്ധിക്കുകയാണ്. വയനാട് വിലാപഭൂമിയായി മാറുമ്പോൾ കേരളം ഒന്നാകെ അതിന്റെ നടുക്കത്തിലാണ്. സംസ്ഥാന ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായി ചൂരൽമലയും മുണ്ടക്കയും മാറുകയാണ്. വയനാട്ടിലാണ് ഉരുൾപൊട്ടിയതെങ്കിൽ കിലോമീറ്ററുകൾ അകലെ ചാലിയാർ പുഴയിലൂടെ മൃതദേഹ അവശിഷ്ടങ്ങളും ഒഴുകി വരുന്നതാണ് പ്രദേശവാസികൾ രാവിലെ കണ്ടത്. എത്ര മൃതദേഹങ്ങളാണ് ഇവിടെ ഒഴുകിയെത്തിയതെന്ന ഔദ്യോഗികമായ കണക്കുകൾ വന്നിട്ടില്ല. പോത്തുകല്ലിൽ ഒഴുകിയെത്തിയതും ദുരന്തം നടന്ന ചൂരൽമലയുടെ പരിസരത്തു നിന്നുമായി 80-ൽ കൂടുതൽ മൃതദേഹങ്ങളാണ് ഇതുവരെയും കണ്ടെടുത്തിട്ടുള്ളത്. കണ്ടെടുത്ത മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാനായിട്ടില്ല. എത്ര പേർ മരിച്ചുവെന്നോ എത്ര പേർ സുരക്ഷിതരാണെന്നോ പോലും അറിയാൻ കഴിയാത്ത സ്ഥിതിയിലാണ് മുണ്ടക്കൈ. ചൂരൽമലയിലെ ദുരന്തത്തിലെ തീവ്രതയാണ് പുറം ലോകം അറിഞ്ഞതെങ്കിൽ മുണ്ടക്കൈയിലേത് അതിലും വലുതാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.